പ്രിയപ്പെട്ട ഹിറ്റ്മാൻ, താങ്കൾ ദയവായി പുറത്തിരിക്കൂ. സ്ഥിരതയാർന്ന പ്രകടനം താങ്കൾക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും താങ്കൾ ടീമിന് പുറത്ത് പോയി യുവതാരങ്ങൾക്കായി അവസരം കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാം മത്സരത്തിലെ ഇന്ത്യയുടെ കനത്ത തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഒരു കൂട്ടം ക്രിക്കറ്റ് ആരാധകരും ക്രിക്കറ്റ് പ്രേമികളും. കഴിഞ്ഞ കുറച്ചു നാളുകളായി ക്രിക്കറ്റിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ഒട്ടേറെ പ്രതിഭകൾ പുറത്തെ അവസരത്തിനായി കാത്തിരിക്കുമ്പോഴും ഇപ്പോഴും ഹിറ്റ്മാൻ സ്ഥിരതയില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നത് എല്ലാ ആരാധകരെയും തീർച്ചയായും ചൊടിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും താങ്കൾ ഇന്ത്യക്ക് വേണ്ടി നൽകിയ സേവനങ്ങൾ മറക്കാൻ കഴിയില്ല. പക്ഷേ പ്രകടനം മോശമാകുമ്പോഴും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ പോകുമ്പോഴും വരും തലമുറയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കേണ്ടത് താങ്കളുടെ കടമ തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇങ്ങനെ രണ്ടാം ടെസ്റ്റിലെ മോശം പ്രകടനത്തിന് പിന്നാലെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ ട്രോളുകയാണ് സോഷ്യൽ മീഡിയയും ക്രിക്കറ്റ് ആരാധകരും. ബാറ്റിംഗ് പ്രകടനം മാത്രമല്ല, ക്യാപ്റ്റൻസിയും താരത്തിന് ശോഭിക്കാനാവുന്നില്ലതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ അഭിപ്രായം. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അഡ്ലൈഡ് ടെസ്റ്റിലെ രണ്ടാം ഇന്നിങ്സും രോഹിത് വെറും 6 റൺസ് എടുത്ത് പുറത്തായിരുന്നു. ആദ്യ ഇന്നിങ്സിനും താരത്തിന് തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. ഇതോടെയാണ് വിമർശനം കടുത്തത്. ഇനിയും വൈകാതെ വിരമിച്ച് പുറത്തു പോകുന്നു എന്ന് പറയുന്നവരുമുണ്ട്. ന്യൂസിലൻഡിനെതിരെ നാട്ടിൽ നടന്ന പരമ്പരയിലും മോശമായിരുന്നു രോഹിത്തിൻ്റെ പ്രകടനം. ന്യൂസിലൻഡിനെതിരെ 6 ഇന്നിങ്സുകൾ കളിച്ച രോഹിത്തിൻ്റെ സ്കോറുകൾ 11, 18, 8, 0, 52, 2 എന്നിങ്ങനെയായിരുന്നു. ബംഗ്ലാദേശിനെതിരെ അവസാന ടെസ്റ്റിൽ 8 റൺസിനും 23 റൺസിനും എന്ന കേവലം കുറഞ്ഞ സ്കോറിനും രോഹിത് പുറത്തായി. അഡ്ലൈഡിൽ ആദ്യ ഇന്നിങ്സിൽ വെറും 3 റൺസിനായിരുന്നു രോഹിത് പുറത്തായത്. ഇപ്പോൾ ക്യാപ്റ്റൻസിക്കും പഴികേൽക്കുകയാണ് രോഹിത്. ജസ്പ്രീത് ബുംറ തന്നെ നയിച്ചാൽ മതിയായിരുന്നുവെന്നും ആരാധകർ ട്രോളുന്നുണ്ട്. ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം.